ഫണ്ട് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നു ബി.ജെ.പി. നാളെ തിരുവനന്തപുരത്താണ് യോഗം. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്ക് പുറമെ വൈസ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. എം.ജി. പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, കോർ കമ്മിറ്റി വിളിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. പാർട്ടി നീക്കങ്ങൾ എന്തെന്ന ആകാംക്ഷയുണ്ട് പ്രതീഷ്? വിനീത, ബി.ജെ.പി. തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ സജീവമായ ചർച്ചയായിട്ടും ഔദ്യോഗികമായ ഒരു നിലപാടോ പ്രതികരണമോ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടുമില്ല. ഇതിന് പിന്നാലെയാണ് കോർ കമ്മിറ്റി യോഗം വിളിക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ തന്നെ ഉയർന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിരിക്കുന്നത്. നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗം നടക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പുറമെ എസ് സുരേഷ്, ആന്റണി, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഇതിനു പുറമെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ ഫണ്ട് വിവാദത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യോഗം നടക്കുന്നത്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് ഈ യോഗത്തിന്റെ അജണ്ട എന്നതാണ് ബി.ജെ.പി. ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഫണ്ട് വിവാദം വലിയ ചർച്ചയായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല ഈ ആരോപണങ്ങളൊക്കെ തന്നെ ബി.ജെ.പി. തള്ളിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണവും ബി.ജെ.പി. നടത്തുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗം. ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു പോകുന്നതിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ പ്രധാനമായും ഔദ്യോഗിക പക്ഷത്തിന് വലിയ എതിർപ്പുണ്ട്. ഇക്കാര്യങ്ങളടക്കം നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വിവാദങ്ങൾക്കിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എം.ജി. പ്രതീഷ് വിശദാംശങ്ങൾ നൽകിയായിരുന്നു.